എല്ലാവർക്കും വീണ്ടും നമസ്കാരം. ചാനൽ കാണുന്ന ഓരോരുത്തർക്കും ഒരുപാട് നന്ദി. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. ഞാൻ എൻ്റെ പുരപ്പുറത്താണ് നിൽക്കുന്നത്. ഇപ്പോൾ പുരപ്പുറത്തെ സോളാറിൻ്റെ കാലമാണല്ലോ. ഞാനും ഫിക്സ് ചെയ്തു പുരപ്പുറത്തെ സോളാർ, റൂഫ് ടോപ്പ് സോളാർ. കേന്ദ്ര സർക്കാരിൻ്റെ PM സൂര്യാഗർ മുഫ്ത് ബിജലി യോജന എന്ന പദ്ധതി പ്രകാരം 78,000 രൂപ വരെയാണ് വീട്ടാവശ്യങ്ങൾക്കുള്ള റൂഫ് ടോപ്പ് സോളാർ ഫിറ്റ് ചെയ്യുന്നവർക്ക് കേന്ദ്ര സർക്കാർ സബ്സിഡിയായി കൊടുക്കുന്നത്. അങ്ങനെയാണ് ഞാൻ ഫിക്സ് ചെയ്തിട്ടുള്ളത്. എൻ്റെ കുറേ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് പുരപ്പുറത്ത് കയറിയിരിക്കുന്നത്. ഞാൻ വെച്ചിരിക്കുന്നത് 5 കിലോവാട്ട് 3 ഫേസ് ഓൺ ഗ്രിഡ് സോളാർ സിസ്റ്റമാണ്. സബ്സിഡി കൊടുക്കുന്നത് 1 കിലോവാട്ട് ഫിറ്റ് ചെയ്യുന്നവർക്ക് 30,000 രൂപയും 2 കിലോവാട്ട് ഫിക്സ് ചെയ്യുന്നവർക്ക് 60,000 രൂപയും 3 കിലോവാട്ട് ഫിക്സ് ചെയ്യുന്നവർക്ക് 78,000 രൂപ വരെയുമാണ് കേന്ദ്ര സർക്കാർ സബ്സിഡി കൊടുക്കുന്നത്. മാക്സിമം 78,000 രൂപ വരെ തരികയുള്ളൂ. നിങ്ങൾ 5 വെച്ചാലും 10 വെച്ചാലും 78,000 രൂപയാണ് മാക്സിമം സബ്സിഡി കേന്ദ്ര സർക്കാർ കൊടുക്കുന്നത്. ഇനി ഇത് വേണോ വേണ്ടയോ എന്ന് പലരും ഇപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനും ചിന്തിച്ചായിരുന്നു ഇത് ഫിക്സ് ചെയ്യണോ. കാരണം ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചിന്തിച്ചിട്ടാണ് നമ്മൾ പലരും ഫിക്സ് ചെയ്യണ്ടയോ എന്ന് സംശയിച്ച് നിൽക്കുന്നത്. സംഭവം എന്ന് വെച്ചാൽ അടിപൊളിയാണ്. കാരണം എനിക്കൊരു 3,000 മുതൽ 3,500 രൂപ വരെ KSEBയുടെ ബില്ല് വരാറുണ്ടായിരുന്നു. കഴിഞ്ഞ മാസം എനിക്ക് കിട്ടിയത് 301 രൂപയുടെ ബില്ലാണ്. അതായത് ഏകദേശം 3,000 രൂപയുടെ കുറവുണ്ടായി ഇത് ഫിറ്റ് ചെയ്തതിന് ശേഷം. മാത്രമല്ല എനിക്ക് എക്സസ് പ്രൊഡക്ഷനും ഉണ്ടായിരുന്നു. 5 കിലോവാട്ട് സോളാർ സിസ്റ്റത്തിന് 20 to 25 യൂണിറ്റാണ് ഡെയിലി പ്രൊഡക്ഷൻ ഫോർകാസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ എനിക്ക് 30 യൂണിറ്റ് വരെ കിട്ടിയ ദിവസങ്ങളുണ്ട്. അങ്ങനെ എനിക്ക് എക്സസ് പ്രൊഡക്ഷൻ ഒരു 1,400 രൂപയോളം എക്സസ് പ്രൊഡക്ഷൻ KSEBയിലുണ്ട് എൻ്റെ പേരിൽ ഇപ്പോൾ. അങ്ങനെ കണക്കൂട്ടുമ്പോൾ എനിക്ക് കഴിഞ്ഞ മാസം, അതായത് മാർച്ച് 2025 ഒരു 4,500 രൂപയുടെ വ്യത്യാസം എനിക്ക് വന്നിട്ടുണ്ട്. ഒരു 50,000 രൂപയുടെ ഒരു സേവിങ്സ് എനിക്ക് കൊല്ലത്തിൽ കിട്ടാനാണ് സാധ്യത. തീർച്ചയായും ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. ഓൾമോസ്റ്റ് 2.7 ലാക്സാണ് എനിക്ക് ആദ്യം ഇതിന് വേണ്ടി ചിലവ് വന്നത്. സബ്സിഡിയും കഴിച്ചിട്ട് അത് വെച്ച് നോക്കുമ്പോൾ ഒരു 6 വർഷം കൊണ്ട് ഞാൻ എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് എനിക്ക് തിരിച്ചെടുക്കാൻ പറ്റും. ഇതിനി എങ്ങനെ അപ്ലൈ ചെയ്യാം, എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. കേന്ദ്ര സർക്കാരിൻ്റെ വെബ്സൈറ്റായ pm.suryagar.gov.in എന്ന വെബ്സൈറ്റിൽ പോയി മൊബൈൽ നമ്പർ ഇട്ട് നിങ്ങൾ ആദ്യം രജിസ്റ്റർ ചെയ്യുക. നിങ്ങളുടെ മൊബൈലിൽ വരുന്ന OTP ചോദിക്കും. അതിനുശേഷം നിങ്ങളെ പ്രൊഫൈൽ അതിനകത്ത് ഫിൽ ചെയ്യണം. അതായത് നിങ്ങളുടെ അഡ്രസ്സും പിൻകോഡും ജില്ലയും സ്റ്റേറ്റും ഒക്കെ ഫിൽ ചെയ്തതിന് ശേഷം അതിനുശേഷം നിങ്ങൾക്ക് അതിൽ നിന്നും കേരളത്തിലെ ഈ പദ്ധതി പ്രകാരം അപ്രൂവ് ചെയ്ത സോളാർ വെൻഡേഴ്സിൻ്റെ അഡ്രസ്സ് അതിനകത്ത് നിന്ന് കിട്ടും. നിങ്ങൾക്ക് പരിചയമുള്ളവർ ഓൾറെഡി ഉണ്ടെങ്കിൽ അവരെ വിളിക്കാം. അല്ലെങ്കിൽ ഓൾറെഡി എക്സ്പീരിയൻസ് ഉള്ള കമ്പനികളെ സെലക്ട് ചെയ്താൽ മാത്രമേ സോളാർ പാനൽ ഇൻസ്റ്റലേഷനും സബ്സിഡി പ്രോസസ്സിംഗ് ഒക്കെ സുഗമമായി നടക്കുകയുള്ളൂ. നിങ്ങൾ ഈ വെബ്സൈറ്റ് ത്രൂ അല്ലെങ്കിൽ നിങ്ങൾക്ക് സബ്സിഡി കിട്ടാൻ എളുപ്പമല്ല. ഈ വെബ്സൈറ്റിൽ അപ്രൂവ്ഡ് ആയിട്ടുള്ള കമ്പനികളെ തന്നെ വിളിക്കണം. അതുമാതിരി തന്നെയാണ് ഇതിൻ്റെ മറ്റു കാര്യങ്ങളും. അതായത് സോളാർ പാനൽ സെലക്ഷൻ, ഇന്ത്യൻ നിർമ്മിത പാനലുകൾക്ക് മാത്രമേ കേന്ദ്ര സർക്കാർ സബ്സിഡി തരികയുള്ളൂ. ആ സബ്സിഡി കിട്ടുന്ന പാനലുകളുടെ ഡീറ്റെയിൽസൊക്കെ വെബ്സൈറ്റിൽ തന്നെ കിട്ടും. ആദ്യം നിങ്ങൾ പാനൽ സെലക്ട് ചെയ്യുക. ഏത് കോൺട്രാക്ടർ വിളിച്ചാലും നിങ്ങൾ പറയണം എനിക്ക് ഈ പാനലാണ് വേണ്ടതെന്നുള്ളത്. ഇപ്പോൾ ഒരുപാട് പാനലുകൾ മാർക്കറ്റിലുണ്ട്. ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത് ടാറ്റയാണ്. കാരണം നമ്മുടെ വിശ്വാസമുണ്ടല്ലോ, ടാറ്റയിൽ നമുക്കൊരു വിശ്വാസമുണ്ടല്ലോ. വിശ്വാസമാണല്ലോ എല്ലാം നമ്മൾ പറയുന്നത് മാതിരി ടാറ്റയിലുള്ള ആ വിശ്വാസം കൊണ്ട് തന്നെയാണ് ഞാൻ ടാറ്റയുടെ പാനൽ സെലക്ട് ചെയ്തിരിക്കുന്നത്. നല്ല ക്വാളിറ്റിയുള്ള പല ബ്രാൻഡുകളും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് ഇതിൻ്റെ ഇൻസ്റ്റലേഷൻ. അതായത് അവർ സ്ട്രക്ചറൽ വർക്ക് എന്ന് പറയും ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. സൂര്യൻ പോകുന്ന ദിശയിലാണ് ഇത് ഫിക്സ് ചെയ്യുന്നത്. അതായത് കിഴക്ക് നിന്നും പടിഞ്ഞാറോട്ടാണ് ഈ പാനലുകൾ ഫിക്സ് ചെയ്യുക. എനിക്ക് 10 പാനലാണ് ഉള്ളത്. ഇവിടെ കാണാം 5 പാനൽ ഇവിടെയും 5 പാനൽ ഇവിടെയുമാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. താഴെയും മുകളിലും ആയിട്ടാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. തെക്കോട്ട് ചെരിച്ചാണ് പാനലുകൾ ഫിക്സ് ചെയ്യുന്നത്. 10 ഡിഗ്രി ചെരിവാണ് സാധാരണ കേരളത്തിൽ ആവശ്യം എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ചെരിവ് നിങ്ങൾക്കിവിടെ കാണാം. അതൊക്കെ ഫിക്സ് ചെയ്യുന്നവർ ആയിക്കോളും. പിന്നെ അതിന് മുന്നേ ഈ സെലക്ട് ചെയ്യുന്ന വെണ്ടറാണ് നിങ്ങളുടെ മറ്റ് കാര്യങ്ങളൊക്കെ നോക്കേണ്ടത്. അതായത് KSEB ആയിട്ടുള്ള കോർഡിനേഷൻ. KSEB ആണ് എത്ര കിലോവാട്ട്സിൻ്റെ സോളാർ നിങ്ങൾക്ക് ഫിറ്റ് ചെയ്യണം എന്നുള്ളതിൻ്റെ അപ്രൂവൽ തരുന്നത് KSEB ആണ്. അത് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങളുടെ ബില്ലിൽ ഓൾറെഡി കാണും. നിങ്ങൾക്ക് എത്ര കിലോവാട്ട്സിൻ്റെ കണക്ഷനാണ് തന്നിരിക്കുന്നത് എന്നുള്ളത് ഓൾറെഡി നിങ്ങളുടെ ബില്ലിൽ കാണും. അതിനനുസരിച്ചാണ് അവർ എസ്റ്റിമേറ്റ് തരുന്നത്. 6 കിലോവാട്ട്സിൻ്റെ എസ്റ്റിമേറ്റ് ആയിരുന്നു എനിക്ക് കിട്ടിയിരുന്നത്. ഞാൻ ഫിക്സ് ചെയ്തിരിക്കുന്നത് 5 കിലോവാട്ടാണ്. അതെനിക്ക് മതിയെന്നാണ് ഇപ്പോൾ എനിക്ക് മനസ്സിലായിരിക്കുന്നത്. പാനൽ സെലക്ഷൻ പോലെ തന്നെ രണ്ടാമത്തെ കാര്യമാണ് ഇതിവിടെ ഫിറ്റ് ചെയ്യുന്നത്. അതായത്
സ്ട്രക്ചറൽ വർക്ക് എന്ന് പറയും. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വർക്കാണ് സ്ട്രക്ചറൽ വർക്ക്. കാരണം 25 കൊല്ലത്തെ ഗ്യാരണ്ടിയാണ് നമുക്ക് പാനലുകൾക്ക് തരുന്നത്. മിനിമം 80% വരെ പ്രൊഡക്ഷൻ 25 കൊല്ലത്തോളം കിട്ടുമെന്നാണ് അവർ പറയുന്നത്. പക്ഷെ ഇതൊക്കെ അനുസരിച്ചിരിക്കുന്നത് ഇതെങ്ങനെ ഫിക്സ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതും തീർച്ചയായിട്ടും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതാണ് സ്ട്രക്ചറൽ വർക്ക്. നിങ്ങളുടെ വീടിൻ്റെ എവിടെ ഫിക്സ് ചെയ്താലും, എൻ്റെ കോൺക്രീറ്റ് വീടിൻ്റെ മുകളിൽ ഓട് പാകിയതായിരുന്നു എൻ്റെ വീട്. അതിൻ്റെ ഓടുകൾ നീക്കി മാറ്റിയാണ് ഇതിൻ്റെ തൂണുകൾ സ്ഥാപിച്ചിരിക്കുന്നത്. കേരളത്തിൽ പണ്ടേ പറഞ്ഞു വരുന്നൊരു കാര്യമാണ്, ഏറ്റവും അധികം പൊടി പിടിക്കാൻ സാധ്യതയുണ്ട് സോളാർ പാനലിൽ. ഇപ്പം കാണാം പാനലിൻ്റെ മുകളിൽ പൊടി പിടിച്ചിരിക്കുന്നത്. പാനലിൻ്റെ മുകളിൽ പൊടി പിടിച്ചാൽ 20% വരെ ഇതിൻ്റെ പ്രൊഡക്ടിവിറ്റി എഫിഷ്യൻസി കുറയും. അപ്പോൾ ഇതൊരു 1 or 2 months നമ്മൾ കഴുകി കൊടുക്കേണ്ടി വരും. കാരണം നമ്മുടെ കാലാവസ്ഥ അത്തരത്തിലുള്ള കാലാവസ്ഥയാണ്. പ്രത്യേകിച്ച് എൻ്റെ വീട് നാഷണൽ ഹൈവേയുടെ വളരെ അടുത്താണ്. അതുകൊണ്ട് ഒരാഴ്ച കൊണ്ട് തന്നെ ഇവിടെ പൊടി പിടിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിതൊരു മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇത് കഴുകി മോപ്പ് ചെയ്യേണ്ടി വരും. അതിനാണ് ഈ സൗകര്യങ്ങൾ നിർബന്ധമായും വേണ്ടത്. എന്നോട് അവർ പറഞ്ഞത് അത് ഓട്ടിൽ കോൺക്രീറ്റിലൂടെ കയറി കഴുകാമെന്നൊക്കെയായിരുന്നു ആദ്യം പറഞ്ഞത്. പക്ഷേ അത് പ്രാക്ടിക്കൽ അല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഒരു ലാഡറും ഇവിടെ ഒരു നടക്കാനുള്ള ഒരു സൗകര്യങ്ങളും ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങൾക്കിവിടെ കാണാം. ഇപ്പോൾ സ്ട്രക്ചർ ഫിറ്റ് ചെയ്യുമ്പോൾ ഈ ലാഡറും വാക്ക് വേയും ഫുൾ സിസ്റ്റം തന്നെ അവർ ഒന്നിച്ച് ഫിക്സ് ചെയ്തിടണം വേണമെന്ന് നിങ്ങൾ പറയണം. കാരണം പിന്നെ രണ്ടാമത് ഫിറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ വഴിക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റില്ല. എൻ്റെ സെയിം അനുഭവം കാണും. ഇവിടെ നേരിട്ടുള്ള ആക്സസ് ഇല്ല. ഞാനിപ്പോൾ ഈ റെയിൽ കയറി ഇറങ്ങണം. ആദ്യം തന്നെ ഇത് ഫുൾ പ്ലാനിങ് ഉണ്ടായിരുന്നെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ലായിരുന്നു. ഇവിടെ ഒരു കട്ടൊക്കെ കൊടുത്ത് നേരിട്ടുള്ള വഴി ഉണ്ടാക്കാമായിരുന്നു. പക്ഷേ അവരത് ചെയ്തില്ല. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഫിക്സ് ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു കമ്പനിക്കാരനെ കണ്ടുപിടിച്ച് പ്രീവിയസ് എക്സ്പീരിയൻസ് ഉള്ള പാർട്ടികളെ കണ്ടുപിടിച്ച് അവരെ കൊണ്ട് ഫിക്സ് ചെയ്യിക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വേറൊന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിഴൽ വീണാൽ ഇതിൻ്റെ പ്രൊഡക്ഷൻ നന്നായി കുറയും. മാക്സിമം നിഴൽ വീഴാതെ ഉള്ള സ്ഥലത്ത് വേണം ഇത് ഫിറ്റ് ചെയ്യാൻ. ഇത് ഓൺ ഗ്രിഡ് സിസ്റ്റമാണ്. എന്ന് വെച്ചാൽ KSEBയിൽ കറണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇതും പ്രവർത്തിക്കുകയുള്ളൂ. ഓൺ ഗ്രിഡ് സിസ്റ്റത്തിന് KSEB എപ്പോൾ പവർ ഓഫ് ചെയ്യുന്നു അപ്പോൾ ഇതിൻ്റെ പ്രൊഡക്ഷൻ നിൽക്കും. പ്രൊഡക്ഷൻ നിൽക്കുമെന്നല്ല, തീർച്ചയായും സൂര്യപ്രകാശം ഉണ്ടെങ്കിൽ പാനലുകൾ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. പക്ഷേ ഇൻവെർട്ടറിൽ നിന്ന് കറണ്ട് നമ്മുടെ വീട്ടിലേക്ക് പോവില്ല, വീട്ടിലേക്കോ KSEBയിലേക്കോ പോവില്ല. ഓൺ ഗ്രിഡ് സിസ്റ്റത്തിൻ്റെ ഡിസൈൻ അങ്ങനെയാണ്. കാരണം KSEB കറണ്ട് ഓഫ് ചെയ്യുന്നത് അവർക്ക് ലൈനിൽ വർക്ക് ചെയ്യാനല്ലേ. അപ്പോൾ ആ സമയത്ത് നമ്മുടെ കറണ്ട് ലൈനിലോട്ട് പോയാൽ എന്താ സംഭവിക്കാമെന്ന് നമുക്കറിയാം. അതുകൊണ്ട് KSEB എപ്പോൾ ഓഫ് ചെയ്യുന്നു, ലൈൻ ഓഫ് ചെയ്യുന്നു, അപ്പോഴും നമ്മുടെ പ്രൊഡക്ഷൻ നിൽക്കും. ലോകം മുഴുവൻ അങ്ങനെ തന്നെയാണ് ഓൺ ഗ്രിഡ് സിസ്റ്റത്തിന്. ഇതാണ് സോളാർ സിസ്റ്റത്തിൻ്റെ താഴെയുള്ള ഉപകരണങ്ങൾ. ഇവിടെയാണ് പാനൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന DC കറണ്ട് ഇവിടെയാണ് വരുന്നത്. ഇത് DC ബ്രേക്കറാണ്. ഇവിടെ ഒരു ബ്രേക്കർ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഓരോന്നും 530 വാട്ട്സിൻ്റെ 10 പാനലാണ് ഞാൻ ഫിറ്റ് ചെയ്തിട്ടുള്ളത്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഏകദേശം 40 വോൾട്ടാണ് ഒരു പാനൽ പ്രൊഡ്യൂസ് ചെയ്യുക. പിന്നെ 400 വോൾട്ട്സ് സീരിയലായിട്ടാണ് അവ കണക്ട് ചെയ്തിരിക്കുന്നത്. 400 വോൾട്ട്സ് ഒന്നിച്ചിട്ടാണ് ഈ ഇൻവേർട്ടറിലെത്തുന്നത്. ഇതാണ് ഇതിൻ്റെ ബ്രെയിൻ എന്ന് പറയുന്നത്. ഇതാണ് DC കറണ്ടിനെ AC ആയി കൺവേർട്ട് ചെയ്യുന്നത്. നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള KSEBയുടെ സെയിം സ്പെസിഫിക്കേഷനിലുള്ള AC ആയി ഇതാണ് കൺവേർട്ട് ചെയ്യുന്നത്. 220 വോൾട്ട്സ് 3 ഫേസ്. ഇത് സൊളാക്സിൻ്റെതാണ് ഫിറ്റ് ചെയ്തിട്ടുള്ളത്. ടാറ്റയുടെ സ്റ്റിക്കറോടെ കാണാം. ഇതിനെപ്പറ്റി ഞാൻ വേറൊരു വീഡിയോ ചെയ്യുന്നുണ്ട്, അത് കാണണം തീർച്ചയായിട്ടും. പിന്നെ അതിനുശേഷം വരുന്നതാണ് ഇവിടെ ഒരു ബ്രേക്കർ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. AC ബ്രേക്കറാണ്. AC ബ്രേക്കർ എന്ന് പറയുന്നത്, ഞാൻ ഒരു സോളാർ എക്സ്പേർട്ട് അല്ല, ഇതിൻ്റെ ടെക്നിക്കൽ വേർഡ്സ് ചിലപ്പോൾ മറ്റെന്തെങ്കിലുമായിരിക്കും. അതിനുശേഷമാണ് ഈ പ്രൊഡക്ഷൻ മീറ്റർ വരുന്നത്. ഇതാണ് പ്രൊഡക്ഷൻ മീറ്റർ. നമ്മുടെ എല്ലാ പ്രൊഡക്ഷൻ ഡീറ്റെയിൽസും ഇതിനകത്തോട്ട് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. KSEB ഈ റീഡിങ്ങും എടുക്കുന്നതായിട്ട് ഞാൻ കണ്ടു. ഇത് KSEBയുടെ റിക്വയർമെൻ്റാണ്. ഇത് KSEBയുടെ മീറ്ററല്ല, KSEBയുടെ മീറ്ററിന് നെറ്റ് മീറ്റർ എന്നാണ് വിളിക്കുന്നത്. അതിന് ഇതിന് ശേഷമാണ് വരുന്നത്. ഇൻവേർട്ടറിൽ നമുക്ക് ഓരോ ദിവസത്തെ പ്രൊഡക്ഷനും നെറ്റ് പ്രൊഡക്ഷനും ഇവിടെയും കാണാം. അതുമാത്രമല്ല, ഇത് മൊബൈലുമായിട്ട് നമുക്ക് ബന്ധിപ്പിക്കാം. ഇതിനൊരു വൈഫൈ കണക്ഷൻ ഫാസിലിറ്റീസുമുണ്ട്. അത് ഞാൻ പിന്നെ പറഞ്ഞു തരാം. ഇതിനകത്തും ഒരു ബ്രേക്കറുണ്ട്, അതിവിടെ കാണാം. അത് ഓഫ് ചെയ്താൽ KSEBയും സോളാറും തമ്മിലുള്ള ബന്ധം വിച്ഛേദിക്കപ്പെടും. അതിനുശേഷമാണ് KSEBയുടെ നെറ്റ് മീറ്ററും നമ്മുടെ മെയിൻ സ്വിച്ചും വരുന്നത്. ഇനി സോളാർ സിസ്റ്റത്തിൻ്റെ ഇലക്ട്രിക്കൽ വർക്ക് കുറച്ച് കാണാം. മൂന്ന് സെപ്പറേറ്റ് എർത്തിങ് ആണ് എൻ്റെ സിസ്റ്റത്തിന് ചെയ്തിട്ടുള്ളത്.
DC-ക്ക് ഒരെർത്ത്, AC-ക്ക് ഒരെർത്ത്, മൂന്നാമത്തത് ലൈറ്റ്നിങ് അറസ്റ്ററിന്. ഇതാണ് വളരെ പ്രധാനപ്പെട്ട ഉപകരണമായ ലൈറ്റ്നിങ് അറസ്റ്റർ. താങ്ക് യു ഓൾ. വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി.